പ്രധാനമായും തൃശ്ശൂർ പൂരം കാണുന്ന എല്ലാവർക്കും അറിയാം 50 മീറ്റർ അകലെ മേളം നിർത്തുക. ആനയിൽ നിന്നും 50 മീറ്റർ ഡിസ്റ്റൻസിൽ മേളം. അതോടൊപ്പം തന്നെ 1 മീറ്റർ അകലമൊന്നും ഒരു കാലത്തും തൃശ്ശൂർ പൂരത്തിന് പാലിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഇതിൻ്റെ സ്ഥലപരിമിതിയും മറ്റു സംവിധാനങ്ങളുടെ പരിമിതികളുമാണ്. വർഷങ്ങളായി നടന്നു വരുന്ന തൃശ്ശൂർ പൂരത്തിന് അത്തരത്തിലുള്ള നിബന്ധനകൾ പാലിക്കാൻ കഴിയില്ല എന്നതാണ് അവരുടെ പ്രധാനമായ നിലപാട്. മറ്റൊന്ന് അപകടങ്ങളുണ്ടാക്കിയ ആനകളെ ഇത്തരത്തിൽ ഈ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് സർക്കുലർ പുറത്തിറക്കിയത്. അതോടുകൂടി ഇന്ന് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്ന ഉടമകളുടെയും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും. അത് രണ്ടു കൂട്ടരും, അതായത് ഫെസ്റ്റിവൽ കോർഡിനേഷൻ ഉടമകളും അതുപോലെ തന്നെ ഹൈക്കോടതിയും ഒരുപോലെ നിലപാടുമായി മുന്നോട്ട് പോയാൽ പൂരം പ്രതിസന്ധി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇപ്പോൾ നമുക്ക് നേരത്തെ തിരുവമ്പാടി ദേവസ്ഥത്തിൻ്റെ സെക്രട്ടറി നമ്മുടെ ഉണ്ട്. ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? എങ്ങനെ കാണുന്നു? എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോടും ഇവിടുത്തെ CCF-നോടും ചോദിക്കാനുള്ളത്, ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്ന ഈ നേതാക്കന്മാർക്കൊക്കെ ഇവിടെ ക്രിമിനൽ കേസുകളില്ലേ? ഇവരെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഏതൊരു പൊതുപ്രവർത്തകനും കേസുകളുണ്ടാവും. ഈ ആനകളുടെ ഹിസ്റ്ററി നോക്കുക, അവരുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരിക, ഇതൊക്കെ കൊടുത്താലും നാളെ ആ ആനേനെ കൊണ്ട് നടക്കുന്ന ആനപ്പാപ്പാൻ്റെ കാലിലൊരു മുള്ളു തറച്ചാൽ മതി, ആ ആന വരില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും അധികം? ഇപ്പം ഞങ്ങൾ 50 ആനകളാണ് തിരുവമ്പാടി ദേശത്തിന് വേണ്ടത്. 50 മീറ്റർ ദൂരം മേളവും ആനയും അതുപോലെ തന്നെ 1 മീറ്റർ ഡിസ്റ്റൻസ്, ഇതൊക്കെ പ്രായോഗികമാണോ തൃശ്ശൂർ പൂരത്തിന്? ഒരിക്കലും പ്രായോഗികമല്ല. നമ്മൾ 15 ആന നിരക്കണമെങ്കിൽ 15 മീറ്റർ വേണം. അതിൻ്റെ ഗ്യാപ്പ്, പിന്നെ 2 മീറ്റർ ആനയുടെ വിടുത്ത്. അപ്പോൾ ഒരു 50 മീറ്ററോളം വിടുത്ത് വേണ്ടി വരും ഈ ആനകൾ 15 ആനകൾ നിൽക്കണമെങ്കിൽ. ഒരിക്കലും അത് സാധിക്കില്ല. അതേപോലെ തന്നെ 50 മീറ്റർ കഴിഞ്ഞിട്ട് ഈ നമ്മുടെ മേളം അല്ലെങ്കിൽ പഞ്ചവാദ്യം നടത്തുക. മടത്തിൽ വരവിൽ ഏറ്റവും ഇടുങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ 50 മീറ്റർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടിലേക്ക് പോയിട്ട് നിന്ന് കൊട്ടേണ്ടി വരും. ഇതൊന്നും ശാശ്വതമല്ല. ഇതൊന്നും അറിയാണ്ട് ഓരോ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയാണ്. എനിക്ക് തോന്നുന്ന ബഹുമാനൻ്റെ കോടതിയും അല്ലെങ്കിൽ ഇതിൻ്റെ ആൾക്കാരും വന്ന് ആദ്യം ഈ സ്ഥലങ്ങൾ ഒന്ന് സന്ദർശിച്ച് ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ വെറുതെ ഒരു ദിക്കിലിരുന്നിട്ട് ഇങ്ങനെ ഓർഡർ ഇറക്കുന്നതിലും പരം എന്താണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ, അവിടെ അത് പാലിക്കാൻ പറ്റൂ? ഇത്ര കാലമായിട്ട് 200 ചിലാം വർഷമായിട്ട് നടക്കുന്ന ഈ തൃശ്ശൂർ പൂരത്തിന് അതിനാ മടത്തിൽ വരവിൻ്റെ അവിടെ പഞ്ചവാദ്യവും ആനയും തമ്മിലുള്ള അകലവും ഇതൊക്കെ ഡിസ്റ്റൻസും വെറും 5-6 മീറ്റർ വീതിയുള്ള ഒരു റോട്ടിലാണ് ഈ 3 ആനപ്പുറം പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. ഇത് തീർച്ചയായിട്ടും ഉടമസ്ഥ സംഘടനകളോ അതിൻ്റെ തൊഴിലാളി സംഘടനകളൊക്കെ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തൃശ്ശൂർ പൂരം വരുമ്പം മാത്രമാണ് ഇതൊക്കെ മുന്നോട്ട് വരുന്നത്. വേറെ ഒരു പൂരങ്ങൾക്കും ഈ പ്രശ്നങ്ങൾ വരുന്നില്ല. തൃശ്ശൂർ പൂരമായാൽ ഈ പ്രശ്നങ്ങളെല്ലാം വരികയാണ്.